ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ചെറുപ്പകാലത്തൊക്കെ പല കുട്ടികളും പഠിക്കാൻ മടി കാണിക്കും. ഇപ്പൊ മാതാപിതാക്കൾക്ക് ടെൻഷനാണ്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഈ യോഗം നിങ്ങളുടെ കുട്ടികളുടെ ജാതകത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ജാതകം തന്നെയാണെങ്കിലും, ഇവര് ഒരു കാലഘട്ടത്തില് വളരെ വിദ്വാൻമാരായി തീരും. പല വിദ്യകൾക്കും അധിപതിയായി തീരും. ഇത് പല ജാതകങ്ങളിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു യോഗം കൂടിയാണ്. അപ്പൊ നമുക്കിന്ന് നോക്കാൻ പോണത് ആ കാര്യമാണ്. അതിനു മുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ, ഈ ചാനലിൽ 400-ലധികം വീഡിയോകളുണ്ട്. അതിൽ പകുതിയോളം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ പ്രമാണസഹിതമുള്ള വീഡിയോകളാണ്. പകുതിയോളം വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ പ്രധാനപ്പെട്ട ടിപ്സും കണ്ടന്റ്സും പാടലുകളും ഒക്കെ അടങ്ങിയ വീഡിയോകളാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു വിഷയം തന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ലൈവ് വീഡിയോകൾ കാണുക. പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജാമക്കോളിന്റെ പൂർണ്ണ ക്ലാസ് ഇട്ടിട്ടുണ്ട്. കർമ്മ അസ്ട്രോളജിയുടെ പൂർണ്ണമായ ക്ലാസ് ഒക്കെ ലൈവിൽ ഇട്ടിട്ടുണ്ട്. സമയം പോലെ കാണുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് എടുക്കാം. ഒരാൾ വിദ്വാനാണോ എന്ന് നോക്കുന്നത് പ്രധാനമായിട്ടും ബുധൻ എന്ന ഗ്രഹത്തെ കൊണ്ടാണ്. ബുധൻ, ഗുരു, കേതു, ഈ 3 ഗ്രഹങ്ങളും ഇൻഡിക്കേറ്റ് ചെയ്യും. 2 അധിപതിയാവുക, അധീപനാവുക, തലവനാവുക എന്ന ആശയങ്ങൾ കാണിക്കുന്നത്, എന്ന ഫലത്തെ കാണിക്കുന്നത് സൂര്യനാണ്. സൂര്യൻ സൂര്യൻ വളരെ ക്ലോസ് റേഞ്ചിൽ, ക്ലോസ് ആയിട്ട് അടുത്ത് ഗ്രഹങ്ങളോട് ചേരുന്ന സമയത്ത് ഗ്രഹങ്ങൾക്ക് അസ്തംഗം ഉണ്ടാവും, അതായത് മൗഢ്യം ഉണ്ടാവും. പ്രത്യേകിച്ച് 3 ഡിഗ്രി ക്ലോസ് കൺജങ്ഷനിൽ വന്നാൽ മൗഢ്യം വളരെ പവർഫുള്ളും ആയിരിക്കും. മൗഢ്യം ഉണ്ടായിരിക്കെ തന്നെ പല ജാതകങ്ങളിലും മൗഢ്യം കാണിക്കുന്ന ഗ്രഹയോഗമാണ് സൂര്യൻ, ബുധൻ, സൂര്യൻ, ശുക്രൻ, സൂര്യൻ, ചൊവ്വ എന്നിവ. കാരണം ഇതെല്ലാം ഉൾവട്ട ഗ്രഹങ്ങളും ഒരു പ്രത്യേകമായിട്ടുള്ള അകലത്തിൽ സഞ്ചരിക്കുന്നതുമാണ്. അപ്പോ മിക്കവാറും ജാതകങ്ങൾ കാണുന്ന ഒരു യോഗമായിരിക്കും ബുധനും സൂര്യനും, ബുധനും ശുക്രനും, ബുധനും ചൊവ്വയൊക്കെ. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുന്നത് ബുധൻ പ്ലസ് സൂര്യൻ, ബുധ ആദിത്യ യോഗം, ബുധ ആദിത്യ യോഗം, ബുധാപ്ത യോഗം എന്നൊക്കെ ചില ഇതിൽ പറയും. ഇതിലൊരു പാടലുണ്ട്, ബുധനും സൂര്യൻ ബുധനും ചേർന്ന്, സൂര്യൻ ബുധനും ചേർന്ന് സുഖമോക്ഷ സ്ഥാനം പാർക്കെ. സൂര്യൻ ബുധനും ചേർന്ന് സുഖമോക്ഷ സ്ഥാനം പാർക്കെ കാര്യ വിനോദ വിദ്യ കനവിദ്യക്കധിപനാം എന്നാണ് പാടല്. ഞാനത് പാടി പറയുന്നില്ല, ഇപ്പൊ തൽക്കാലം തമിഴായതുകൊണ്ട്. സൂര്യൻ ബുധനും ചേർന്ന്, സൂര്യൻ ബുധനും ചേർന്ന് എന്ന് പറഞ്ഞാൽ സൂര്യനും ബുധനും ഒരുമിച്ച് സുഖമോക്ഷ സ്ഥാനം പാർക്കെ. സുഖം എന്ന് പറഞ്ഞാൽ 4-ാം ഭാവം, മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 12-ാം ഭാവം. സുഖമോക്ഷ സ്ഥാനം പാർക്കെ 4-ലേക്കോ 12-ലേക്കോ നോക്കിയാൽ കാര്യവിനോദ വിദ്യ, കാര്യവിനോദ വിദ്യ കനവിദ്യക്ക് അധിപനാവും. ഇതാണ് പാടല്. അപ്പൊ ഏതെങ്കിലും ഒരു ലഗ്നം, ഇത് പല ലഗ്നത്തിന് പല ഫലമായിരിക്കും. ഒരു ലഗ്നത്തിന് സൂര്യനും ബുധനും 4-ലേക്ക് നോക്കണമെങ്കിൽ 10-ലായിരിക്കും. അപ്പൊ 10-ല് സൂര്യന്റെയും ബുധന്റെയും സ്ഥിതി വളരെയേറെ നല്ലതാണെന്നും അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കുന്ന കാര്യവിനോദ വിദ്യ എന്ന് പറഞ്ഞാൽ, കാര്യവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊഫഷണൽ നോളജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യാനുള്ള അറിവ്, തൊഴിൽ ചെയ്യുന്ന വിദ്യ, അത് ലഭിക്കുന്ന കാര്യം 10-ാം ഭാവത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. സൂര്യനും ബുധനും 10-ാം ഭാവത്തിൽ ഇരുന്നാൽ ഇത് പവർഫുൾ ആയിരിക്കും. അടുത്തത്, അപ്പൊ നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ചിലത് ഞാൻ തൊട്ടിച്ച് പോണ എന്താന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാനാണ്, ഫുള്ള് ഫോളോ ചെയ്യുന്നവർക്ക്. അപ്പൊ ദിഗ്ബലം ഓരോ ഗ്രഹത്തിന് ഏതെല്ലാം ഭാവത്തിലാണ് ഉണ്ടാവുക എന്നുള്ളത് ഈ സമയത്ത് നിങ്ങൾ ഓർക്കണം.
അപ്പോ നാലിലേക്ക് നോക്കുകയാണെങ്കിൽ, അടുത്തത് 12ലേക്ക് നോക്കണമെങ്കിൽ നോക്കിയേ. സൂര്യനും ബുധനും 12ലേക്ക് നോക്കണമെങ്കിൽ 6ാം ഭാവത്തിലിരിക്കണം. 6ാം ഭാവവും വേലയെ കാണിക്കുന്നതാണ്. വേല എന്ന് പറഞ്ഞാൽ ജോലി. ശത്രു മാത്രമല്ല, ശത്രു, കടൻ, നോയ്, വഴക്ക് മാത്രമല്ല, വേലയെ കാണിക്കും. അപ്പോ ജോബിനെ കാണിക്കുന്ന 6ാം ഭാവം, പ്രൊഫഷനെ കാണിക്കുന്ന 10ാം ഭാവത്തിലും സൂര്യനും ബുധനും ഇരിക്കുന്ന ഈ ജാതകങ്ങൾ നിങ്ങൾ നോക്കിക്കോ. അവര് ചെറുപ്പത്തില് കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിലും ഒരു സമയമാവുമ്പോൾ അവർ ഏതെങ്കിലും കാര്യവിദ്യയിൽ, ഏതെങ്കിലും സ്കിൽഡ് ആയിട്ടുള്ള ജോലിയിലോ സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലിലോ, വിനോദവിദ്യ എന്നുകൂടി പറയുന്നുണ്ട്. വിനോദം എന്ന് പറയുന്നത് ബുധന്റെ ഒരു കാരകത്വമാണ്. കളികളൊക്കെ ഉണ്ടല്ലോ, സ്പോർട്സ് രംഗത്ത് വളരെയധികം ഇവർ ശോഭിക്കാം. സ്പോർട്സ്, വിനോദം എന്ന് പറഞ്ഞ സ്പോർട്സ്. കലാരംഗത്തും വരാം, അഭിനയ രംഗത്തോ നൃത്തരംഗത്തൊക്കെ വരാം. കാര്യം ബുധനായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ട്. ശുക്രന്റെ ദൃഷ്ടി ഇവർക്കുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട, ആ തരം ഫീൽഡിലേക്ക് വരാം. അപ്പൊ 4ാം ഭാവത്തില് സൂര്യനും ബുധനും നോക്കിയാൽ, 12ാം ഭാവത്തിൽ നോക്കിയാൽ, അതായത് ഗ്രഹങ്ങൾ 10ാം ഭാവത്തില് ഇരിക്കും, 6ാം ഭാവത്തിലിരിക്കും. 6-10 കണക്ഷൻ സൂര്യനും ബുധനും മൗഢ്യമാണെങ്കിൽ കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടോ നോക്കുക. ഇവിടെ ഈ ഭാവത്തിലൊക്കെ ഗ്രഹങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യും. കാര്യം ഇവിടെ ഉപജയത്തിന്റെ ശക്തിയും അവിടെ എടുത്തു നോക്കണം. ഉപജയ സ്ഥാനത്ത് ഗ്രഹം ഇരിക്കുമ്പോഴുള്ളത് അതാണ്. സൂര്യൻ ബുധനും ചേർന്ന് സുഖമോക്ഷസ്ഥാനം പാർക്കിൽ എന്ന് പറയാം. സൂര്യൻ ബുധനും ചേർന്ന് സുഖമോക്ഷസ്ഥാനം പാർക്കെ കാര്യവിനോദ വിദ്യ കനവിദ്യക്ക് അധിപനാം. കനവിദ്യ നല്ല വിദ്യ, സ്കിൽഡ് ജോബിന് അധിപനാകും സൂര്യൻ. ആധിപത്യം ബുധൻ ഇത്തരത്തിലുള്ള വിനോദ വിദ്യകളും സ്കിൽഡ് ആയിട്ടുള്ള ജോബുകളും ഒക്കെ കാണിക്കും. അപ്പോൾ ഈ യോഗം നിങ്ങൾക്കുണ്ടോ? പേടിക്കണ്ട. പിള്ളേര് ചെറുപ്പത്തിൽ പഠിച്ചിട്ടൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് നോക്കാം. ഇത് കിട്ടാതെ പോകില്ല. 6-10 ഇരുന്ന് കഴിഞ്ഞാൽ ഏത് രാശിയിലിരുന്നാലും ഇത് കിട്ടാനുള്ള സാധ്യത കൂടാ. പകൈ രാശിയാണെങ്കിൽ കൂടി, ശത്രുരാശിയാണെങ്കിൽ കൂടി കിട്ടാനുള്ള സാധ്യത കൂടുതലാ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിൽ ദിഗ്ബലവും ഉഭയജയ സ്ഥാന ബലവും എല്ലാം നിങ്ങൾ ഈ സമയത്ത് കണക്കിൽ എടുക്കേണ്ടതാണ്. അപ്പൊ ഇന്നേക്ക് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അത്യശ്വരായ നമഃ.